Welcome back to myclass.com. So this is our 15th class on Java. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് more about classes, introducing classes, how we are introducing classes in a Java program. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു ക്ലാസ്സസ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൽ എന്തൊക്കെയുണ്ട്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാൻ പോവാണ്. അപ്പോൾ ക്ലാസ്സസ് ആണ് നമ്മുടെ ജാവയുടെ ബേസിക് കൺസെപ്റ്റ് അല്ലെ. നമുക്കറിയാം ഊപ്സിന്റെ എല്ലാ പല വെറൈറ്റീസ് ഓഫ് കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ജാവയുടെ ക്ലാസ്സസിന്റെ ബേസിലാണ് അല്ലെ. നമുക്ക് പോളിമോർഫിസം ആയാലും എൻക്യാപ്സുലേഷൻ ആയാലും പിന്നെ ഇൻഹെറിറ്റൻസ് ആയാലും ഒക്കെ ഇതിനൊരു ക്ലാസിറ്റിന്റെ അണ്ടറിലാണ് ആ എല്ലാ ഒരു പ്രോപ്പർട്ടീസും നമ്മൾ ജാവയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ക്ലാസ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കിയേ തീരും അല്ലെ. അപ്പോ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ക്ലാസിന്റെ ക്ലാസ് നെയിം അഥവാ ക്ലാസ് ഇസ് ദ കീവേഡ്. ക്ലാസ് തന്നെയാണ് നമ്മുടെ ക്ലാസ് ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡ്. അതിൽ ക്ലാസ് നെയിം നമ്മൾ കൊടുക്കുന്ന നെയിമാണ്, ഐഡന്റിഫയർ ആണ്. അത് ഒരിക്കലും ഒരു കീവേഡ് ആവാൻ മതി. അപ്പോൾ അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം നമുക്ക് എന്തൊക്കെ വാരിയബിൾസ് വേണോ അതാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. നമുക്ക് അതിന്റെ മെത്തേഡ്സുകൾ ആദ്യം കൊടുത്തു വെച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു ജനറൽ ഫോർമാറ്റ് വെച്ച് നമ്മൾ ഏതൊക്കെ വാരിയബിൾസ് വേണം അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിക്ലെയർ ചെയ്യും. അതിന്റെ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് അതിനുശേഷം ഏതൊക്കെ മെത്തേഡ്സുകൾ അതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണോ ക്ലാസ് എഴുതിയത് നമുക്കറിയാം. അപ്പൊ അതിന്റെ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ് അതും നമ്മൾ എന്ത് ചെയ്യും, അവിടെ കൊടുക്കും. ആ ബ്രേസ് ക്ലോസ് ചെയ്യും. അതാണ് ഒരു ക്ലാസിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി ആ ഒരു ക്ലാസ് നെയിം വെച്ചിട്ട് ഇത്രയും ഹോൾ പീസ് ഓഫ് കോഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിനെ കോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ഇനി ബാക്കിയുള്ള പ്രോഗ്രാമിന്റെ പാർട്ടിൽ നമുക്ക് ഈ ഒരു ക്ലാസ് നെയിം വെച്ച് നമുക്ക് പല കാര്യങ്ങളും പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്ലാസിന്റെ സ്ട്രക്ചർ. കീവേഡ് ക്ലാസ് ആണ് കീവേഡ്. അത് നമ്മൾ കൊടുക്കുന്ന പേരാണ്. അത് നമ്മൾ റിലേറ്റഡ് ടു അവർ പ്രോഗ്രാം ലോജിക് നമുക്ക് പേര് കൊടുക്കും. അപ്പൊ ആഡിന്റെ ആണെങ്കിൽ ആഡ് 2 numbers, ആഡ് 3 numbers. നമ്മൾ സിയിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ഐഡന്റിഫയറിന്റെ പേര് കൊടുക്കുന്ന ആ ഒരു റൂൾ തന്നെയാണ് ജാവയിലും ഉള്ളത്. അങ്ങനെ നമ്മൾക്ക് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം, മെത്തേഡുകൾ ഡിക്ലെയർ ചെയ്യാം. ഇപ്പൊ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്റ് എ ഒരു വാല്യൂ പാസ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടെ കറക്റ്റ് സ്പെസിഫൈ ചെയ്യാം. ഓരോരോ മെത്തേഡിൽ എന്താണോ വർക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞ് ക്ലാസസിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഒരു സിമ്പിൾ ക്ലാസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് എങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോ അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് ഈ ഒരു പ്രോഗ്രാം എപ്പോഴും ഇനി അങ്ങോട്ടുള്ള ഞാൻ എടുക്കുന്ന ക്ലാസ് അഥവാ ഞാൻ കംപ്ലീറ്റ് റെഫറൻസ് ഫോളോ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അതിൽ ഇനിയുള്ള എല്ലാ വലിയ വലിയ കൺസെപ്റ്റ് ആണെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന്റെ ബേസിലാണ് ഇങ്ങനെ പോകുന്നത്. ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കുറെ കൊണ്ടുവരാണ്. അപ്പൊ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ക്ലാസ്സസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ജാവയെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഒരു സിമ്പിൾ ക്ലാസ് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇനി ഒരു സിമ്പിൾ ക്ലാസ്സസ് എങ്ങനെയാണ് ജാവയില് ഉണ്ടാവുന്ന നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒരു ബോക്സ് അല്ലെ, ഒരു ബോക്സിന്റെ കുറച്ച് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഏരിയ, അങ്ങനെ പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇനി ത്രൂ ഔട്ട് അവർ ജാവ ക്ലാസ് ഈ ഒരു പ്രോഗ്രാമിന്റെ ബേസിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ക്ലാസ് ബോക്സ് അഥവാ ക്ലാസ് ഇസ് ദ കീവേഡ്, ബോക്സ് ഇസ് അവർ ഐഡന്റിറ്റി, നമ്മുടെ ക്ലാസിന്റെ നെയിം. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്തത്, മൂന്ന് വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഫോർവേഡ്, ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അതെല്ലാം ഡബിൾ വാല്യൂ ആണ്. നമ്മുടെ ഒരു ബോക്സിന്റെ റെക്ടാംഗിൾ ഒരു സ്ക്വയർ ടൈപ്പ് ബോക്സിന്റെ വാല്യൂ ഏരിയ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ആണ് അല്ലെ, വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മളൊരു ക്ലാസ് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മെമ്മറിയിലുള്ള ഒരു അലോക്കേഷനോ മെമ്മറിയിലൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ലോജിക്കലി ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ എഴുതുന്നുണ്ട്, നമുക്ക് അതിന്റെ വർക്കിങ്ങിലോട്ട് നമ്മൾ പോവാണ് എന്ന് പറഞ്ഞ ഒരു ലോജിക്കൽ കൺസെപ്റ്റ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ എഴുതി വെക്കുന്നത്. ഇനി നമ്മൾ മെയിൻ മെത്തേഡ് എഴുതാൻ വേണ്ടിയിട്ട് വേറൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യും.
ആ ക്ലാസിന്റെ ബേസിലാണ് നമ്മൾ ഇനി റൺ ചെയ്യുക. നമ്മൾ നേരത്തെ റൺ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ പഠിച്ചില്ല. അപ്പൊ ഈ ഒരു പേരായിരിക്കും നമ്മൾ നമ്മുടെ ജാവ ഫയലിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് ബോക്സ് ഡെമോ ഇതാണ് നമ്മുടെ മെയിൻ മെത്തേഡിന്റെ പേര്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് args നമ്മുടെ മെയിൻ മെത്തേഡിന്റെ സിൻടാക്സ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ക്ലാസിന്റെ നെയിം എന്താണ്, ബോക്സ് അല്ലെ. ബോക്സിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഒബ്ജക്റ്റ് ക്രിയേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീവേഡ് ആണ് ന്യൂ. ബോക്സ് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ്. നമ്മൾ പറയാണ് ഈ ഒരു ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ഇസ് ആക്ച്വലി ദ ഫിസിക്കൽ, നമുക്ക് തൊടാൻ പറ്റുന്നത് ഒബ്ജക്റ്റിനെയാണ്. ക്ലാസ് ഒരു ലോജിക്കൽ കൺസെപ്റ്റ് ആണ് അല്ലെ. ഒരു പ്ലാൻ, ഒരു വീടിന്റെ പ്ലാൻ നമുക്ക് കാണാനേ പറ്റുള്ളൂ, അതുപോലെ ഇത് കാണാൻ പറ്റും. പക്ഷെ പ്ലാൻ വീടാവുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുക, ടച്ച് ചെയ്യാൻ പറ്റുക. അതുപോലെ നമ്മൾ ഈ ഒരു ലൈൻ എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബാക്കിയുള്ള ഫെർദർ വർക്കിങ്ങിലോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഈ ബോക്സ് മൈ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റിൽ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഒരു മൈ ബ്ലോക്സിൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല, ഒരു നല്ലായിട്ടുള്ള ഒരു സംഭവം ആ ഒരു സ്പേസ് നമുക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയാണ് ഇവിടെ. അപ്പം ബോക്സ് മൈ ബോക്സ് സെമിക്കോളൻ ഇട്ടിട്ട് നമുക്ക് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ് സെമിക്കോളൻ ഇടാം. ഈ രണ്ട് ലൈനിൽ ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ ഈ ഒരു പോർഷൻ, ഈ ഒരു പോർഷൻ. അങ്ങനെ ഈ ന്യൂ എന്നുള്ള ആ ഒരു വർക്കിംഗ് നടക്കുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ അലോക്കേഷൻ, മെമ്മറിയിൽ അലോക്കേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് വിഡ്ത്തിന് വേണ്ടിയിട്ടും ഹൈറ്റിന് വേണ്ടിയിട്ടും ഡെപ്തിന് വേണ്ടിയിട്ടും ഡബിൾ വാല്യൂ സേവ് ചെയ്യാനുള്ള ഒരു പോർഷൻ നമുക്ക് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്ത് തരും, നമുക്ക് വേണ്ടി തരും. അതാണ് ആക്ച്വലി ബോക്സ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ മൈ ബോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് അതിന്റെ വിഡ്ത്ത് ആണോ ഹൈറ്റ് ആണോ ഡെപ്ത് ആണോ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ പ്രോഗ്രാമിൽ തന്നെയാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നോർമലി നമ്മൾ റൺ ചെയ്യുമ്പം ഇൻപുട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോസിലേക്ക് നോക്കുകയുള്ളൂ. അപ്പൊ മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു പൊസിഷനിൽ നമ്മുടെ 10 എന്തായിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും, സേവ് ആയിട്ടുണ്ടാവും. അതുപോലെ മൈ ബോക്സ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 20, ഹൈറ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, 20 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി മൈ ബോക്സ് ഈക്വൽ ടു ഡെപ്ത് നമ്മൾ 15. ഓക്കെ, ഇത് അസൈൻ നടക്കുമ്പോഴാണ് ഈ ഒരു മെമ്മറി സ്പേസിലേക്ക് വാല്യൂ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമൽ സിയിലും വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ഈ വാല്യൂസിനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അറിയാൻ വിടുത്ത് ഹൈറ്റ് ഡെപ്ത് മാത്രം പറഞ്ഞാൽ ഇവിടെ എത്തില്ല. മൈ ബോക്സിലെ വിടുത്ത് മൈ ബോക്സ് ഡോട്ട് വിഡ്ത്ത്, മൈ ബോക്സ് ഡോട്ട് ഹൈറ്റ്, മൈ ബോക്സ് ഡോട്ട് ഡെപ്ത്, അത് വെച്ചിട്ട് നമുക്ക് ഇനി അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ഇസ് പോസിബിൾ. So volume equal to my box dot width star is multiplication, my box dot height, my box dot star, my box dot depth. നമുക്ക് വോളിയം എന്നിരിക്കുന്ന ഒരു ഇതിലേക്ക് നമ്മളിവിടെ ഡബിൾ വോളിയം ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരു ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വോളിയത്തിലേക്ക് ഒരു വാല്യൂ സേവ് ആവും. ഓക്കെ, അപ്പോ അതിനുശേഷം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ആ വോളിയം നമുക്ക് നോർമൽ ഒരു വാരിയബിൾ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിന്റെ വേരിയബിൾ മാത്രമേ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. നമുക്കൊരു മെത്തേഡ് ആഡ് ചെയ്യാൻ പറ്റും, അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കുന്നുണ്ട്. എന്നിട്ട് മെയിൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മെമ്മറി കിട്ടുന്നുള്ളൂ, അപ്പോൾ മാത്രമേ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റൂ. ആ വാല്യൂ നമുക്ക് ഡോട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് with using the object name and the variable name we can access. ആ ഒരു ഒബ്ജക്റ്റിന്റെ സ്കോപ്പ് എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിലാണല്ലോ മൈ ബോക്സ് ഡിക്ലെയർ ചെയ്ത്, ഇവിടെ എവിടെ എഴുതിയാലും മൈ ബോക്സ് ഡോട്ട് വിഡ്ത്തും ഹൈറ്റും ഡെപ്തും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, വോളിയം 3000, 10 into 20 into 15, ഇറ്റ് ഈസ് 3000.0 വരാൻ കാരണം നമ്മൾ വോളിയം ഡബിൾ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജാവയുടെ ഒരു ക്ലാസ്. അപ്പൊ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെ, അതോ ഒരു ഹൈറ്റും ഡെപ്തും വെച്ചിട്ട് ഒരു ബോക്സിന്റെ വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് 2 ബോക്സിന്റെ വോളിയം കാൽക്കുലേറ്റ് അല്ലെങ്കിൽ മോർ ദാൻ 2 ബോക്സിന്റെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ
വളരെ ഈസിയാണ്. ഇവിടെയൊക്കെ അത് തന്നെയാണ്. ഡബിൾ വേർഡ്സ്, ഡബിൾ ഹൈറ്റ് ആൻഡ് ഡബിൾ ഡെപ്ത്, സെയിം. ബോക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് വേറെ പ്രോഗ്രാം ആയിട്ടാട്ടോ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ മൈ ബോക്സ് 1 ഒരൊറ്റ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്ഥാനത്ത് മൈ ബോക്സ് 1, മൈ ബോക്സ് 2, അഥവാ നമുക്ക് രണ്ട് ബോക്സിന്റെ വോളിയം നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് കൊടുക്കാം. അതാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, മൈ ബോക്സിന്റെ വാല്യൂസ് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ സേവ് ആവും. 10, 20, 50. ഇനി മൈ ബോക്സ് 2 എന്ന് പറയുമ്പോൾ വേറൊരു ഒബ്ജക്റ്റ്, അതാ വേറൊരു മെമ്മറി ഫോർ സേവിങ് ദ ഡീറ്റെയിൽ ഓഫ് ദ അനദർ ബോക്സ് ഒബ്ജക്ട്. അത് നമുക്ക് 3, 6, 9 ചെയ്യാം. അപ്പൊ നമ്മളുടെ മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്ത് എത്രയാണ്? 10 ആണ്. 3 എന്താണ്? മൈ ബോക്സ് 2 ഡോട്ട് വിഡ്ത്ത് ആണ് 3. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം 1, വോളിയം 2ന്റെയും വോളിയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരൊറ്റ വേരിയബിൾ തന്നെ യൂസ് ചെയ്തിട്ട് ആദ്യം മൈ ബോക്സ് 1ന്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും വെച്ചിട്ട് നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈ ബോക്സ് 2, ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് അനദർ ബോക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു, ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു. ഇനി നമുക്ക് എത്ര ബോക്സിന്റെ ഡീറ്റെയിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള സ്ട്രക്ചർ ഒക്കെ സെയിം ആണ്. ഇവിടെ നമ്മൾ മൈ ബോക്സ് 1ഉം മൈ ബോക്സ് 2 ക്രിയേറ്റ് ചെയ്തു. മൈ ബോക്സ് 1ന്റെ വാല്യൂ ഇവിടെ കൊടുത്തു, മൈ ബോക്സ് 2ന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തു. ഓക്കെ, നമുക്ക് വോളിയം 3000 കിട്ടും. നെക്സ്റ്റിന്റെ വോളിയം 369 ആയതുകൊണ്ട് 3 × 6 × 9 is 162. അതാണ് സിമ്പിൾ ജാവ പ്രോഗ്രാം വിത്ത് 2 ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നേരത്തെ ഒബ്ജക്റ്റുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് അസൈനിങ്ങും ഒക്കെ നടത്താം. എങ്ങനെയാ വെച്ചാൽ എന്ന് പറയാം. നമ്മളിപ്പോ മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ പ്രോഗ്രാമിൽ വന്ന ആ ഒരു എക്സിക്യൂഷൻ നടക്കുമ്പോഴാണ് നമുക്ക് മെമ്മറിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് മൈ ബോക്സ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ റെഫറൻസ് ടു എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് ഒരു റെഫറൻസ്, ജസ്റ്റ് ഒരു റെഫറൻസ് പേരങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി അതിലേക്ക് എന്ത് വേണമെന്ന് അലോക്കേഷൻ വരുന്നത് മൈ ബോക്സ് ഈക്വൽ ടു ന്യൂ ബോക്സ് വരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ന്യൂ ബോക്സ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രക്ചർ അഥവാ നമുക്ക് അതിൽ എന്തെങ്കിലും വേരിയബിൾ ഉണ്ട് അല്ലെങ്കിൽ മെത്തേഡുകൾ ഉണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ആ ന്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന കീവേഡ് ആ ഒരു എക്സിക്യൂഷൻ നടക്കുമ്പോഴാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോക്സിന് നമ്മളിപ്പോ ഒരു വേരിയബിൾ ഇപ്പോൾ a = 2, പിന്നെ നമ്മൾ ഇന്റ് b ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, b = a കൊടുത്തൂടെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ബിയിലേക്ക് എന്തോ എയുടെ വാല്യൂ സേവ് ആവും. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു വേരിയബിൾ പോലെ ഒബ്ജക്റ്റിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബോക്സ് b1 = ടു ന്യൂ ബോക്സ്, അഥവാ നമ്മൾ b1ന്റെ ഇത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ബോക്സ് b2 = ടു b1 എന്ന് പറഞ്ഞാൽ b2ന്റെ റെഫറൻസ് നേരെ ഇങ്ങോട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ പോകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മള് b2 എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് നമ്മള് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത b1നെ നമുക്ക് അതിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ b2 ഡോട്ട് പറഞ്ഞിട്ട് വാല്യൂസ് വിളിക്കുമ്പോൾ b2 ഡോട്ട് വിഡ്ത്ത്, b2 ഡോട്ട് ഹൈറ്റ് ആൻഡ് b2 ഡോട്ട് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി b1ന്റെ എല്ലാ വാല്യൂസ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള നോർമൽ വാരിയബിളിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒബ്ജക്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡ്സുകൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫങ്ഷൻസ് അല്ലെ, ഒരു ഫങ്ഷൻസ് സീലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനൊരു പേരുണ്ടായിരിക്കും, പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കും, ടൈപ്പ് ഉണ്ടെങ്കിൽ അതുണ്ടായിരിക്കും, എന്താണോ മെത്തേഡിൽ അത് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട അതേ ക്ലാസ് തന്നെയാണ്, വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു മെത്തേഡ് ഇനീഷ്യലൈസ് ചെയ്തു, മെത്തേഡ് എഴുതി. വോയിഡ് വോളിയം, നമ്മൾ നേരത്തെ വോളിയം സെപ്പറേറ്റ് ഒരു ഇതിലേക്ക് കണ്ടല്ലേ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്തു, ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പൊ വോളിയം കാണാനുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബോക്സ് ആകുമ്പോൾ 2 ബോക്സിന്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മെത്തേഡ് കൊണ്ടുവന്ന ആ മെത്തേഡിന്റെ പേര് ചുമ്മാ വിളിച്ചാൽ പോരെ അല്ലെ. അപ്പൊ അവിടെ വോളിയം ഈസ് പ്രിന്റ് ചെയ്തിട്ട് വിഡ്ത്ത് ഡോട്ട് ഹൈറ്റ് ഡോട്ട് ഡെപ്ത്. അപ്പൊ നമ്മൾ ഒരു ക്ലാസിന്റെ ഉള്ളിൽ എഴുതുമ്പോൾ അവിടെ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് സ്പെസിഫൈ ചെയ്താൽ മതി. അല്ലാതെ ഒരു ഒബ്ജക്റ്റിന്റെ പേര് ഇപ്പം വന്നിട്ടില്ല.
അപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് ഇനി ഏതോ ഒരു ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ്, ഈ ഒരു ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അവർക്ക്. എന്നിട്ട് നമ്മൾ വോയിഡ് മെയിനിൽ രണ്ട് ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, മൈ ബോക്സ് 1, മൈ ബോക്സ് 2. നമ്മൾ നേരത്തെ കണ്ട പോലെ മൈ ബോക്സ് 1ന്റെ എല്ലാ വാല്യൂസും കൊടുത്തു, മൈ ബോക്സ് 2ന്റെ എല്ലാ വാല്യൂസും കൊടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം നമ്മൾ നേരത്തെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, 2 ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ആ റിപ്പീറ്റേഷന്റെ ആവശ്യമില്ല, ജസ്റ്റ് കോളിംഗ് മാത്രം നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ മൈ ബോക്സ് 1 ഡോട്ട് വോളിയം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വോളിയത്തിന്റെ അടുത്തെത്തി, വോളിയം മീൻസ് പ്രിന്റ് ചെയ്യുന്നിട്ട് വിഡ്ത്ത് ഡോട്ട് ഹൈറ്റ് ഡോട്ട് ഡെപ്ത്, ഈ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും കാണുമ്പോൾ ഈ ബോക്സിന്റെ വിഡ്ത്തും ഹൈറ്റും ഡെപ്തും ആണെന്ന് പ്രോഗ്രാമിംഗ് ആ ഒരു എക്സിക്യൂഷൻ മനസ്സിലാവും. അപ്പൊ നമ്മൾ ആരുടെയാ വിളിച്ചത്? മൈ ബോക്സ് 1. അപ്പം മൈ ബോക്സ് 1 ഡോട്ട് വിഡ്ത്തും മൈ ബോക്സ് 1 ഡോട്ട് ഹൈറ്റും മൈ ബോക്സ് 1 ഡോട്ട് ഡെപ്തും ആണ് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ കമ്പൈലർക്ക് അറിയാം. അത് റീപ്ലേസ് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും, നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ വോളിയം ഇസ് 3000, വോളിയം ഇസ് 162. ഓക്കെ, അതേ സെയിം രണ്ട് മെത്തേഡുകൾ കോൾ ചെയ്ത്, അപ്പൊ നമുക്ക് ഈ ഒരു റിപ്പീറ്റേഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 2 പ്രാവശ്യം എഴുതാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അപ്പൊ അങ്ങനെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ക്ലാസ്സസിലെ മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ ഇതിപ്പോ നോർമൽ മെത്തേഡാണ്, ദാറ്റ് മീൻസ് ജസ്റ്റ് പ്രിന്റ് ചെയ്യണമല്ലോ, നമുക്കിനി റിട്ടേൺ ചെയ്യാം, ഇതിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യാം, അങ്ങനെയുള്ള മെത്തേഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണാം, റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ ഒന്ന് കാണാം. കാരണം ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ജാവ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ചുമ്മാ പറയുന്നതല്ല, ജാവ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, താങ്ക് യു.